രണ്ടാമത് രാജസ്ഥാനാണ്. ഏതാണ്ട് 10 സീറ്റുകളിലധികം ഇപ്പോൾ കോൺഗ്രസിന് അവിടെ പിടിക്കാൻ കഴിയുന്നത്. ഹരിയാന നോക്കുകയാണെങ്കിൽ 6 or 7 സീറ്റുകളിൽ ഇപ്പോൾ കോൺഗ്രസ് മുന്നിൽ നിൽക്കുകയാണ്. അവർ പശ്ചിമ യൂണിയൻ ചെയ്യുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി പടിപടിയായി ഇപ്പോഴത്തെ നിലയനുസരിച്ചാണെങ്കിൽ ആകെ എക്സിറ്റ് പോൾ ഫലിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. സത്യമായിട്ടുമായിരിക്കും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലെ ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായി നിന്നോ ഏതാണ്ട് അതുപോലെയാണ് എന്ന് വിയർക്കുകയാണ്. 287 വോട്ട് മാത്രമാണ് മാവേലിക്കരയിൽ ഇപ്പോൾ കൊടുക്കുന്നത്. എന്തായാലും ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലും 0 കോൺഗ്രസ് ഒരുപാട് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അത് ഗുജറാത്തിൽ ഉണ്ട്, രാജസ്ഥാനിൽ ഉണ്ട്, UP പ്രത്യേകമായി ഉണ്ട്. അങ്ങനെ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലും ഒരുപാട് മുന്നേറ്റം നാം കാണുകയാണ്. ഈ എക്സിറ്റ് പോളുകളുടെ എല്ലാം വിശ്വാസ്യതയെ രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യ നേതാക്കളും സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ചോദ്യങ്ങൾ വരുന്നത് മുഴുവൻ നേരത്തെ പാർട്ടി കമ്മിറ്റിക്ക് അകത്തെ കമ്മിറ്റി എന്ന് പറയപ്പെടുന്ന കാര്യത്തിന് സ്വാഭാവികമായിട്ടും ജില്ലയുടെ നേതൃത്വം അവർ ഇത്തരത്തിലുള്ള നീക്കം അവരുടെ മനസ്സിലാക്കി ഏജൻസിയോട് വ്യക്തമാക്കി